SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ SFIയെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട്, ഇതുപോലെ ഹറാസ് ചെയ്തിട്ട് കേരള പോലീസിന് അതിന്റെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന്റെ കഴിവുകേടോ അവർക്ക് കഴിയാഞ്ഞിട്ടോ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഈ വേട്ടക്കാർക്ക് ഈ സർക്കാർ, പിണറായി വിജയന്റെ പോലീസ് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഈ പോലീസിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെ ഇന്ന് രാജ്യത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നും ചുവപ്പ് പതാകയോടൊപ്പം തന്നെയായിരുന്നു. അഥവാ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ SFI അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ അവിടെയുള്ള SFI സംഘടനാ നേതാക്കൾ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. നാളിതുവരെയുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു സമര പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ, അഥവാ പഠന പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ SFI മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. SFIയുടെ കൊടിയല്ലാതെ മറ്റൊന്നും തന്നെ ക്യാമ്പസിൽ ഉണ്ടാകാൻ അവർ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ KSUയോ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി അവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം തല്ലി ഓടിച്ച് കളയുന്ന രീതിയാണ് SFI അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് രാഷ്ട്രീയ സംഘടനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ അതിമൃഗീയമായാണ് SFI യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റി ഇടിച്ച് മർദ്ദിച്ച് അവശനാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്ത. വികലാംഗനായ അംഗവൈകല്യമുള്ള ഒരു വിദ്യാർത്ഥിയെ ആ അംഗവൈകല്യമുള്ള ഭാഗങ്ങളിൽ പോലും മർദ്ദിച്ച് അവശനാക്കി അവൻ്റെ കൈകാലുകൾ പിടിച്ച് പിരിക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രവർത്തനമാണ് SFIയുടെ കാബാലികർ അവിടെ കാണിച്ചിരിക്കുന്നത് എന്നാണ് കോളേജിലെ സഹപാഠികൾ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മർദ്ദനമേറ്റ കുട്ടിയുടെ സഹപാഠികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് SFI ഇത്തരത്തിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പുക്കോട്ട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണവും അവന്റെ പീഡനവുമെല്ലാം ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിച്ചിട്ടില്ല. ആ കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിട്ടും എന്താണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്ന കുട്ടികൾ ഒരിക്കലും കൊലക്കളത്തിലേക്ക് നീങ്ങാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ള കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള അനാശാസ്യകരമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരം തന്നെയാണ്. ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? അഥവാ വിദ്യാർത്ഥികൾ തന്നെയാണോ ഇത്തരം സമരമുഖങ്ങളിലേക്ക് അവർ തള്ളിവിടുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ചില രാഷ്ട്രീയക്കാർ ഈ കുട്ടികളെ ഉപയോഗിച്ച് അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതാണോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. മിക്കവാറും ക്യാമ്പസുകളിൽ ഇപ്പോൾ പല കുട്ടികളും, എല്ലാവരുമല്ല ചില കുട്ടികളെങ്കിലും ലഹരിക്ക് അടിമകളാണ് എന്നുള്ള പഠനങ്ങളാണ്, ഞെട്ടിക്കുന്ന പഠനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ച കുട്ടികളാണോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ അംഗവൈകല്യമുള്ള കുട്ടിയെ മർദ്ദിച്ച് അവശനാക്കിയത് എന്നുള്ളതും വ്യക്തമല്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം പാലിച്ചിരിക്കുന്നു. വളപട്ടണത്ത് 300 പവനും 1,27,000 രൂപയും കൊള്ളയടിക്കപ്പെട്ടിട്ട് കേവലം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രതികളെ കണ്ട് എത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി അത്ര കഴിവുള്ള പോലീസുകാരാണ് സേനയിലുള്ളത്. കേരള പോലീസ് എന്നും ലോക പോലീസിന്റെ നെറുകയിൽ നിൽക്കുന്ന പോലീസ് തന്നെയാണ്. പക്ഷേ അവരെ ചെങ്ങലക്കിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, അവരെ രാഷ്ട്രീയക്കാരൻ്റെ പരിധിയിൽ നിർത്തിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വാതന്ത്ര്യമില്ലാത്ത സേനയായി അവർ മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിരിക്കുന്ന ഈ അക്രമ സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയമായ സമ്മർദ്ദം ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് ആ പ്രതികളെ ഒന്ന് തൊടുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ ക്യാമ്പസുകൾ മാറുകയാണെങ്കിൽ അത് നാളെ എന്തായിരിക്കും, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എവിടെയായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ്. ഈ വിഷയത്തിൽ KSU ഏർപ്പെടുത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ MLA SFIക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ആരും എതിർക്കുന്നില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യം തന്നെയാണ്. എന്നാൽ പഠിപ്പ് മുടക്കുന്നതോ, കലാലയങ്ങളിൽ
കലാശാലകളെ കൊലശാലകളാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. വികലാംഗനായ ഒരു കുട്ടിയെപ്പോലും അത് ലഹരിക്ക് അടിമപ്പെട്ടിട്ടായാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിട്ടായാലും ഒരു കാരണവശാലും അംഗവൈകല്യമുള്ള കുട്ടികളോടൊന്നും ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അത്തരം പ്രവൃത്തികളെ ഒരു കാരണവശാലും കയ്യും കണ്ണും കെട്ടി നിന്നുകൊണ്ട് നോക്കി നിൽക്കാനും സാധിക്കില്ല. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിനെതിരെ നടത്തുന്ന മാർച്ചിന് സർവ്വ പിന്തുണയും കൊടുക്കുന്നു എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത്. മാത്യു കുഴൽനാടൻ SFIയുടെ കിരാത വാഴ്ചയ്ക്കെതിരെയും ക്യാമ്പസുകളിൽ നടക്കുന്ന ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടുള്ള അക്രമങ്ങൾക്കെതിരെയും തുറന്നടിച്ച് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഞെട്ടിക്കുക മാത്രമല്ല, നമ്മളെല്ലാവരും നാണിച്ച് തല കുണിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന പ്രവൃത്തികൾ കേരള പൊതുസമൂഹത്തിന് തന്നെ ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പൊക്കെ പലവട്ടം ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി സംഘടനവും അക്രമത്തിന്റെയും വാർത്തകൾ പുറത്തു വന്നുവെങ്കിൽ ഇന്ന് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ആരും ചെയ്യില്ലാത്ത ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഹറാസ് ചെയ്ത്, അതായത് മർദ്ദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കുട്ടിയെ വേട്ടയാടി അവനെ അപമാനിച്ച് അവനെ മാനസികമായും ശാരീരികമായും വേട്ടയാടുന്ന തരത്തിലേക്ക് ഒരു മൃഗവാസനയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി SFI എന്ന പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത നിലയിലേക്ക്, കാരണം ഏറ്റവും അപരിഷ്കൃതമായ സമൂഹത്തിൽ പോലും നടക്കില്ലാത്ത രീതിയിലുള്ള വൈകൃതങ്ങളാണ് ഇന്ന് ക്യാമ്പസിൽ SFI കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിട്ടുള്ള ഈ സംഭവം. ഇതിലേറ്റവും വേദനാജനകമായ കാര്യം, ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഇതുപോലെ ഹറാസ് ചെയ്തിട്ട് കേരള പോലീസിന് അതിന്റെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന്റെ കഴിവുകേടോ അവർക്ക് കഴിയാഞ്ഞിട്ടോ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഈ വേട്ടക്കാർക്ക് ഈ സർക്കാർ, പിണറായി വിജയന്റെ പോലീസ് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഈ പോലീസിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെ ഇന്ന് രാജ്യത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ SFIയെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. CPM എന്ന പാർട്ടിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം ആ നിലയ്ക്ക് മുന്നോട്ട് വരികയും വിദ്യാർത്ഥി സമൂഹം ഇവരുടെ ഈ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് നാളുകളിൽ ക്യാമ്പസുകളിൽ പൂർണ്ണമായും SFI ഒറ്റപ്പെടുത്തുക മാത്രമല്ല, കേരള പൊതുസമൂഹം അതിന് മുന്നോട്ട് വരണം. അധ്യാപകരായിട്ടുള്ളവർ ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത് എന്താണെന്ന് അവർക്കറിയാം. അവരുടെ വാ മൂടപ്പെട്ടിരിക്കുകയാണ്. അവർ ഭയത്തിന്റെ പിടിയിലാണ്. CPM എന്ന പാർട്ടിക്ക് പോലും SFIയെ നിയന്ത്രിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മതോന്മത്തരായി ലഹരി പിടിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയായി SFI മാറിയിരിക്കുന്നു. അതിനെതിരെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് KSU ഇന്ന് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങളിൽ KSU സ്വീകരിക്കുന്ന വിദ്യാർത്ഥി നിലപാടുകളും അതുപോലെ തന്നെ പൊതുജന സമക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളും അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി KSU പ്രവർത്തകരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടത്തുന്ന സമരങ്ങൾക്ക് നേരെ അകാരണമായി ജലപീരങ്കിയും ലാത്തിചാർജും പ്രയോഗിക്കുകയും എന്നാൽ കുറ്റക്കാരും തെറ്റ് ചെയ്യുന്ന SFIക്കാരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി യാചിച്ചു കൊണ്ടുപോകുന്ന പോലീസിനെ കേരളം കണ്ടിട്ടുണ്ട്. ഈ നിലപാടുകൾ കൊണ്ടൊന്നും KSUവിന്റെയും കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധങ്ങളെ തകർക്കാനോ തടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല.